ഓൺലൈനായിട്ട് ഞാൻ മേടിച്ച കുറച്ച് പ്ലാന്റ്സിന്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ പേര് സിന്ധു. എല്ലാവർക്കും ലവ് മൈ ട്രൈബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ നാളായിട്ട് ഞാൻ സക്യുലൻസ് മേടിക്കണം എന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഇപ്പൊ സമ്മറാണ്, അപ്പോൾ സക്യുലൻസിനും ബൊഗൈൻവില്ലാസിനൊക്കെ പറ്റിയ സമയമാണ്. കാരണം അത്ര മഴയൊന്നും ഇല്ലാത്തൊരു സമയമാണ് ഇനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു കുറച്ച് സക്യുലൻസ് മേടിക്കാം. അപ്പോൾ ഓൺലൈനായിട്ട് ഞാൻ ഒരു പേജിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ കണ്ടിട്ട് അവരുടെ റേറ്റ്സ് കുറച്ച് റീസണബിൾ ആയിട്ടും പിന്നെ ഒരുപാട് കളക്ഷനും ഉണ്ട് അവർക്ക്. ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ അവരുടെ വെബ്സൈറ്റിൽ കയറി ഞാൻ ഓർഡർ ചെയ്തതാണ്. അവരുടെ പേര് പ്ലാന്റ് ഓർബിറ്റ് എന്നാണ് അവരുടെ പേര്. ഇൻസ്റ്റാഗ്രാമിലത്തെ ഡീറ്റെയിൽസും അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഓർത്തു അവരുടെ അടുത്ത് നിന്ന് കുറച്ച് ചെടികൾ വരുത്താമെന്ന്. അപ്പോൾ ഇന്ന് നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നതിനേക്കാളും മുന്നായിട്ട് ഞാൻ അവരുടെ വെബ്സൈറ്റ് ഒന്ന് കാണിക്കുകയാണ്. ഇതാണ് അവരുടെ വെബ്സൈറ്റ്. ഇത് നമുക്ക് 40-50 റുപ്പീസിന് തന്നെ സക്യുലൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് കളക്ഷനും ഉണ്ട്. അതുപോലെ കോംബോ ഓഫേഴ്സും അവർ ഇടയ്ക്ക് ഇടുന്നുണ്ട്. അതായത് ഒരു 3-4 സക്യുലൻസ് ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ്സ് കുറവായിട്ട്. അതുപോലെ അവർ ഓഫേഴ്സും ഇടാറുണ്ട്. അപ്പോൾ സാധാരണ കാണുന്ന റേറ്റിനേക്കാളും വീണ്ടും കുറഞ്ഞ റേറ്റിൽ നമുക്കപ്പോൾ സക്യുലൻസ് മേടിക്കാൻ പറ്റും. ഇങ്ങനത്തെ ഓഫേഴ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ. സമയം കളയാതെ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അത്യാവശ്യം കുറച്ച് നമ്പർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പാക്കേജ് വളരെ ചെറുതാണ്. പിന്നെ എന്താ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ റേറ്റ് റീസണബിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. റീസണബിൾ റേറ്റ് ആയതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. ഇവർ ബെയർ റൂട്ടഡ് ആയിട്ടും ചെടികൾ തരുന്നത്. അതായത് നട്ടിട്ടുണ്ടാവില്ല, ഒരു ചട്ടിയിലൊന്നും നട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നേരെ പ്ലെയിൻ ആയിട്ട് അവർ റൂട്ട്സ് അങ്ങനെ തന്നെയായിട്ട് നമുക്ക് തന്നേക്കുമായിരിക്കും. അപ്പോൾ അതിൻ്റെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. നേരെ ചട്ടിയിൽ വരുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കുമല്ലോ. ഇതെന്തായാലും നമുക്ക് എന്താണ് ഇവരുടെ അവസ്ഥ എന്ന് നോക്കാം. സക്യുലൻസ് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് കിട്ടിക്കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടൊരു ചെറിയൊരു ഇതുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് തുറക്കാം. 1, 2, 3 ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി നമുക്ക് ഓരോ നോക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് വൺ ഈ ഒരു ചെടിയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഡോങ്കി സ്റ്റൈൽ അല്ലേ ഇത്? ഈ ഒരു ചെടി, ഇതൊരു ഹാങ്ങിങ് ചെടിയാണ്. തീരെ ചെറുതാണ് കേട്ടോ, ചെറിയതാണ് ഈ ചെടി. പക്ഷെ കുഴപ്പമില്ല, ഇതിന് വളരെ റേറ്റ് കുറവാണ്. ഒരു 50-60 അങ്ങനത്തെ റേറ്റ്സ് ആണ് സ്റ്റാർട്ടിങ്. ഒരു 40-50-60 ഒക്കെയാണ് റേറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. വളരെ കുറവ് റേറ്റിലാണ് ഇവരുടെ ഓരോ സക്യുലൻസും. അപ്പോൾ റേറ്റ്സ് ഞാൻ കൊടുത്തേക്കാം. ഇതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ചെടി. ഇരിക്കട്ടെ, ഫസ്റ്റ് വൺ. ഇനി സെക്കൻഡ് വൺ നോക്കാം നമുക്ക്. സെക്കൻഡ് വൺ ആക്ച്വലി ഒരാഴ്ചയായി നമ്മൾ ഓർഡർ ചെയ്തിട്ട്, ഒരാഴ്ചയായിട്ട് സാധനം ഇങ്ങനെ ഇതിനകത്ത് ഇരിക്കുകയാണ്. ഇത് ഒരു സ്ട്രിങ് ഓഫ് പേൾസ് ആണ്. സ്ട്രിങ് ഓഫ് പേൾസിന്റെ ആക്ച്വലി വെരിഗേറ്റഡ് ആണ്. ഇതിന്റെ കളറൊന്നും ഇല്ല. ഇത് എനിക്ക് തോന്നുന്നു ഇവർ പറഞ്ഞ പോലെ വെള്ളമൊക്കെ നനച്ച് ശരിയായിട്ട് വരുമ്പോഴാണ് ഓക്കെ ആവുള്ളായിരിക്കും. ഇതിന് പൂവൊക്കെ ഉള്ള ഒരു സ്ട്രിങ് ഓഫ് പേൾസ്, വെരിഗേറ്റഡ് സ്ട്രിങ് ഓഫ് പേൾസ് ആണ്. അവസ്ഥ ഇത്തിരി മോശമാണെന്ന് തോന്നുന്നു. നമുക്ക് നട്ട് നോക്കാം. അപ്പോൾ അതങ്ങനെ സ്ട്രിങ് ഓഫ് പേൾസ് ആണ് രണ്ടാമത്തെ ചെടി. ഇനി മൂന്നാമത്തെ ചെടി വരുന്നത് ഈ ഒരു നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു പ്ലാന്റ് ആണ്. കണ്ടോ? ഇത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് ഉണ്ട്. ഒരു പിങ്ക്, പർപ്പിൾ ആൻഡ് ഗ്രീൻ കളേഴ്സ് ഒക്കെ ഉള്ള ഒരു സക്യുലന്റ് ആണിത്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ തേർഡ് പ്ലാന്റ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് സെറ്റ് എടുക്കാം. നെക്സ്റ്റ് ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്തൊരു ചെടി. ഇതിനാണെങ്കിലും നല്ല ഒരു പിങ്ക്, പർപ്പിൾ, ഗ്രീൻ ഷെയ്ഡ്സ് ഉണ്ട് ഇതിനകത്ത്. കണ്ടോ? ചെടി അത്രയ്ക്കും മോശാവസ്ഥയൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ചെടിയാണ്. കുറേ ഇളപ്പുകളുണ്ട്. കുഞ്ഞു കുഞ്ഞു ചെടികൾ സൈഡിൽ കൂടെ ഒക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ്. ഇനി അടുത്തത്, വാവ്, ഇത് ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഇതിനകത്ത് ഇരിക്കുന്ന കാരണം കൊണ്ടുള്ളൊരു വാട്ടം ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. ഇത് ബിഗ് ആണ് ഈ ചെടി.
ഇത് വലുതാണ്, അതിനനുസരിച്ച് റേറ്റും വ്യത്യാസമുണ്ട്. അതേ ഉണ്ടോ, ഇതൊരു പിങ്ക് ആൻഡ് പർപ്പിൾ കളറുള്ള ഒരു പ്ലാന്റ്, ഒരു സക്യുലന്റ് ആണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇത് ശരിക്കും വരുമ്പോൾ നല്ല രസം ഉണ്ടാവുമായിരിക്കും. ഇത് ഇച്ചിരി വാടിയിരിക്കണേ, ഒരാഴ്ചയായിട്ട് വെള്ളമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ശരി. ഓൾറൈറ്റ്, ഇനി അടുത്ത് നോക്കാം, അടുത്തൊരു പാക്കേജ്. ഇനി മോർ പ്ലാന്റ്സ് ആണ് ഉള്ളത്. ഇത് ഇങ്ങനെ ഒരു ചെടി, ഇത് സൈഡ്സിൽ ഇച്ചിരി ഇത് സൈഡിൽ എന്താ പറയാ, മുളകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് അടുത്തടുത്ത് പ്ലാന്റ്സ് കണ്ട, ചെറിയ ചെറിയ ഇളപ്പുകളൊക്കെ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലത്തെ ഒരു സക്യുലന്റ് ആണ്. കണ്ടോ, നല്ല രസം കാണാൻ. അതായത് ടിപ്പുകളൊക്കെ നല്ല പർപ്പിൾ കളറിൽ വരുന്ന ഒരു സക്യുലന്റ്. ഇതിനും റേറ്റ് തീരെ കുറവ് തന്നെയാ കേട്ടോ. അതങ്ങനെ നമ്മുടെ അടുത്തത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ. ഓ കർത്താവേ, ഇതിന്റെ അവസ്ഥ അത്യാവശ്യം മോശമാണ്. ഇത് ഭയങ്കര ടാങ്കിൾഡായിട്ട് കിടക്കാണ്. സ്ട്രിങ് ഓഫ് ഹാർട്ട്സ് ആണ് ഇത്. സ്ട്രിങ് ഓഫ് ഹാർട്ട്സ് അല്ലേ? നല്ല തിക്കായിട്ടുള്ള ലീവ്സ് ആണ്, പക്ഷെ വാടിയാണ് ഇരിക്കുന്നത്. ഇതിന്റെ ബൾബിനൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. കണ്ടോ, ബൾബൊക്കെ നല്ല നല്ല രീതിയിലാണ് ഇരിക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പൊ ഇവരുടെ ഇൻസ്ട്രക്ഷൻസിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഹൗ ടു കെയർ സക്യുലൻസ് എന്നാണ്. എയർ ഡ്രൈ ദ പ്ലാന്റ് ആഫ്റ്റർ റിസീവിംഗ് ഫോർ 5 to 6 hours. പുറത്ത് വെക്കുക, ഒരു 5-6 മണിക്കൂർ നേരത്തേക്ക് ഇങ്ങനെ എയർ ഡ്രൈ ചെയ്യണം. ഡോണ്ട് വാട്ടർ ദ പ്ലാന്റ്സ് ആഫ്റ്റർ റീപോർട്ടിംഗ്. വാട്ടർ 24 to 48 hours ആഫ്റ്റർ റീപോർട്ടിംഗ്. റിപ്പോർട്ട് ചെയ്തതിന് ശേഷം 24 മുതൽ 48 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ നനയ്ക്കാൻ പാടുള്ളൂ. പിന്നെ എങ്ങനത്തെ പോട്ടിംഗ് മിക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയൊരു ഇൻസ്ട്രക്ഷൻ ആണിത്. അപ്പോൾ നമ്മുടെ 1, 2, 3, 4, 5, 6, 7 ചെടികളാണ് നമ്മൾ പ്ലാന്റ് ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സൈറ്റിൽ നിന്ന് വരുത്തിയത്. ഒരാഴ്ചയിൽ കൂടുതൽ ആയിട്ട് ഇങ്ങനെ പാക്കേജിനകത്ത് ഇരിക്കുന്നതിന്റെ ചെറിയൊരു വാട്ടം ഉണ്ടെന്നല്ലാതെ ചെടികളെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇനി ഇത് നട്ടിട്ട് എത്ര സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നോക്കാം. റൈറ്റ് അവേ നമുക്കിത് നടണം. അല്ല, 5-6 മണിക്കൂർ എയർ ഡ്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെ ചെയ്യാൻ കുറച്ച് സമയം ഇത് പുറത്തിരിക്കട്ടെ. എന്നിട്ട് നാളെയാണ് ഞാൻ എന്തായാലും ഇത് നടുന്നുള്ളൂ. ഇത് നട്ടതിന് ശേഷം എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും സക്യുലൻസ് കെയർ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് നാൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സക്യുലൻസ് എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എന്തായാലും അവരുടെ സൈറ്റിൽ കയറി ഓർഡർ ചെയ്യുക. അത്യാവശ്യം നല്ല കണ്ടീഷനിൽ തന്നെയാണ് പ്ലാന്റ്സ് വന്നേക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയും ദിവസം ഇരുന്നിട്ട് പോലും അത്രയും വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല. പിന്നെ നല്ല കളക്ഷനുമാണ്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അവരുടെ സൈറ്റിൽ കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കുക. നമുക്ക് ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. നല്ലൊരു വീഡിയോയിൽ നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം. ചിൽഡ്രൻ ടേക്ക് ബൈ.